വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഉഷാ രഘുനന്ദനൻ. ലാസ്റ്റ് ഇയർ, അതായത് 2024+1 ചോദിച്ച ക്രിസ്മസ് എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 3 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തെടുക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫോർ എ പാരബോള എക്സെൻട്രിസിറ്റി ഇ ഈസ് ഡാഷ്. അപ്പോൾ ഒരു പാരബോളയുടെ എക്സെൻട്രിസിറ്റി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഇ ഈക്വൽ ടു 1 ഈക്വൽ ടു 0 ലെസ് ദെൻ 1 ഗ്രേറ്റർ ദെൻ 1. അപ്പം നമുക്ക് അറിയാം അല്ലേ, ഒരു പാരബോള ഈ ഒരു ഷേപ്പിലായിരിക്കും. അപ്പോൾ പാരബോളയുടെ ഓർത്ത് വെക്കണം, അതിൻ്റെ ഫോക്കസ് പോയിന്റ് എഫും അതേപോലെ തന്നെ ഡയറക്ട്രിക്സും. അപ്പോൾ ഏത് നമ്മൾ ഇവിടെ പോയിന്റ് എടുത്താലും ഡിസ്റ്റൻസ് ടു ഫോക്കസ് ആൻഡ് ഡിസ്റ്റൻസ് ടു ഡയറക്ട്രിക്സ് എന്തായാലും ഈക്വൽ ആയതിനാൽ ഇ ഈസ് ഈക്വൽ ടു എക്സെൻട്രിസിറ്റി എന്തായിരിക്കും, എപ്പോഴും 1 ആയിരിക്കും. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫൈനൈറ്റ് സെറ്റ്. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റുന്ന സെറ്റ് അല്ലേ, നമുക്ക് എണ്ണാൻ കൗണ്ടേബിൾ ആയിരിക്കും. അപ്പോൾ കൗണ്ടേബിൾ ആയിട്ടുള്ള സെറ്റ് ഏതൊക്കെയാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫൈനൈറ്റ്, ഇത് എണ്ണാൻ പറ്റുന്ന സെറ്റ് ഏതാണെന്നാണ്. അപ്പോൾ 4 ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ 1, ക്ലോസ്ഡ് ഇന്റർവൽ 1, 3. അപ്പോൾ ശരിക്കും ക്ലോസ് ഇന്റർവൽ 1, 3 എന്ന് പറഞ്ഞാൽ അതിൽ 1, 2, 3 നമ്പേഴ്സ് ആണ് ഇൻക്ലൂഡഡ് അല്ലേ. പക്ഷേ ഈ 1, 3ന്റെ ഇടയിൽ ഒരുപാട് റിയൽ നമ്പേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് നമ്പേഴ്സ് ഉള്ളത് കൊണ്ട് അതെന്തായാലും എന്താവില്ല, ഒരു ഫൈനൈറ്റ് സെറ്റ് ആവില്ല. പിന്നെ വരുന്നത് എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ, എക്സ് ഈസ് ലെസ് ദെൻ 3. അപ്പോൾ 3ൽ താഴെ 2, 1, 0 പിന്നെ എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും അവിടെ വരുന്നതുകൊണ്ട് ഇതും എന്തല്ല, ഒരു ഫൈനൈറ്റ് സെറ്റ്, നമുക്ക് എണ്ണാൻ കഴിയുന്ന സെറ്റ് അല്ല. പിന്നെ വരുന്നത് നൾ സെറ്റ്, അതെന്തായാലും ഒരു ഫൈനൈറ്റ് സെറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സി ഓപ്ഷനാണ് ആൻസർ. നാച്ചുറൽ നമ്പറും എന്തല്ല, ഒരിക്കലും ഫൈനൈറ്റ് സെറ്റ് ആവില്ല, അത് ഇൻഫൈനൈറ്റ് സെറ്റാണ്. അപ്പോൾ ആൻസർ എന്താണ്, സി ഓപ്ഷനാണ്, നൾ സെറ്റാണ് ആൻസർ. അപ്പോൾ 9th സെക്കൻഡ് ക്വസ്റ്റ്യൻ, കൺസിഡർ എ ഇസ് ഈക്വൽ ടു 1, 2, 3, 4, 5, 6, 7, ബി തന്നിട്ടുണ്ട് 2, 4, 6 ആൻഡ് സി ഇസ് ഈക്വൽ ടു 1, 5. പ്രൂവ് ദാറ്റ് എ മൈനസ് ബി യൂണിയൻ സി ഈക്വൽ ടു എ മൈനസ് ബി ഇൻ്റർസെക്ഷൻ എ മൈനസ് സി. അപ്പോൾ ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നമുക്ക് ഈക്വൽ ആക്കി കിട്ടണം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ആദ്യം ഇതന്നെ സോൾവ് ചെയ്യണം എന്നില്ല, പക്ഷെ നമുക്ക് എന്താണ് LHS ഈക്വൽ ടു RHS എന്നുള്ളത് നമുക്ക് കാണിക്കണം. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ആദ്യം ഇപ്പോൾ ഞാൻ ഇതാണ് എടുക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ബി യൂണിയൻ സി, ബ്രാക്കറ്റിലുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്, ബി യൂണിയൻ സി. അപ്പോൾ ബി യൂണിയൻ സി എത്രയെന്നുള്ളത് കണ്ടുപിടിക്കുക. ബി യൂണിയൻ സി, ബി സെറ്റിലുള്ളതും സി സെറ്റിലുള്ള യൂണിയൻ നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും, 1, 2, 4, 5, 6 അല്ലേ. ബി യൂണിയൻ സി നമുക്ക് അവിടുന്ന് കിട്ടി. ഇനി എന്താ പറയുന്നത്, എ മൈനസ് ബി യൂണിയൻ സി എന്ന് വെച്ചാൽ ഈ ബി യൂണിയൻ സി കിട്ടിയത് നമ്മൾ എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു എലമെന്റ്സ് ഇതിന്ന് പോയി കഴിഞ്ഞാൽ ബാക്കി അവിടെ ഏതാണ്ട് 1 പോയി, 2 പോയി, 3, 4, 5, 6 പോയി, പിന്നെ വരെ എന്താണ് 7 ആണ് അല്ലേ. അപ്പോൾ എ മൈനസ് ബി യൂണിയൻ സി എന്തായി 3, 7 എന്ന് കിട്ടി. അതവിടെ നിൽക്കട്ടെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇനി എ മൈനസ് ബി, നമുക്ക് എ മൈനസ് ബി ഫൈൻഡ് ചെയ്യാം. എയിൽ നിന്ന് ബിയിലെ എലമെന്റ്സ് സബ്ട്രാക്ട് ചെയ്യുക. 2, 4, 6, ഈ 2, 4, 6 ഇവിടുന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഏത് കിട്ടും, 1, 3, 5, 7. ഓക്കെ, ഇനി അതേപോലെ തന്നെ എ മൈനസ് സി, എ മൈനസ് സി. അപ്പോൾ എയിൽ നിന്ന് സിയിൽ എലമെന്റ്സ് സബ്ട്രാക്ട് ചെയ്ത് 1ഉം 5ഉം സബ്ട്രാക്ട് ചെയ്താൽ അവിടെ 2, 3, 4, 6, 7 എന്ന് കിട്ടും. ഇനി എന്താണ് ഇവിടെ പറയുന്നത്, എ മൈനസ് ബി ഇന്റർസെക്ഷൻ എ മൈനസ് സി. അപ്പോൾ എ മൈനസ് ബി നമുക്ക് കിട്ടിയ സെറ്റും അതേപോലെ തന്നെ എ മൈനസ് സി എന്നുള്ള കിട്ടിയ സെറ്റിൻ്റെയും ഇന്റർസെക്ഷൻ കാണണം. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് കാണണം. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഇത് രണ്ടിലും കിടക്കുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ് നോക്കിയോ, 3 കോമൺ ആണ് അല്ലേ, 3 കോമൺ ആണ്. അപ്പോൾ നമ്മൾ 3 എന്ന് എഴുതി, 5 ഇവിടെ ഇല്ല, 6 ഇവിടെ ഇല്ല, പിന്നെ ഏതാ കോമൺ ആയിട്ടുള്ള എലമെന്റ് ഉള്ളത്, 7 ആണ്. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് കിട്ടിയത് 3, 7ഉം റൈറ്റ് ഹാൻഡ് സൈഡിൽ കിട്ടിയത് എന്താണ് 3, 7. കറക്റ്റ് ആയോ? Therefore, we can say that A minus B union C is equal to A minus B intersection A minus C. ഇനി അടുത്ത ചോദ്യം,
ഫ്രം ദ ഫിഗർ റൈറ്റ് ദ ഡെഫിനേഷൻ ഓഫ് എഫ് ഓഫ് എക്സ്, റൈറ്റ് ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു √x²-1. അങ്ങനെ 10ാമത്തെ ചോദ്യത്തിൽ 2 ചോദ്യമുണ്ട്. ഇവിടെ എന്താ പറയുന്നത്, ഈ ഒരു ഫിഗർ നോക്കിയിട്ട് നമുക്കൊരു ഈ ഫംഗ്ഷനെ ഒന്ന് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഫിഗർ നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യാം. ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ 1 എന്നാണ് ഈ ഒരു ഗ്രാഫ് പോണത് അല്ലേ. x = 1 എന്ന് ഗ്രാഫ് ഇങ്ങനെ പോയി അപ്വേർഡ്സ് ആയിട്ടാണ് ഓപ്പൺ ചെയ്ത് ഒരു പാരബോല ആണ്. പക്ഷെ ഇവിടുന്ന് കട്ട് ചെയ്തിരിക്കുന്നു, ഇത് അതിൻ്റെ മിനിമം പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഗ്രാഫ് ഒന്ന് നന്നായിട്ട് ഒബ്സർവ് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, എക്സ് 2 കണ്ടീഷൻ ഉണ്ട്. x <= 1 ഇല്ലേ. ഇവിടെ നോക്കി നോക്കൂ, ഈ എക്സ് <= 1, ഈ 1ഉം അതിന് താഴെയുള്ളതും അത് 1. പിന്നെ അടുത്തത് എന്താണ്, x <= 1 അല്ലെ. <= 1 ആവുമ്പോഴും എന്താണ്. അപ്പൊ ഇത് രണ്ടും നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, ഏതൊക്കെ പോയിന്റ്സ് കൂടെ പാസ് ചെയ്യണത് നമുക്ക് ഈ ഗ്രാഫിൽ കാണാനുള്ളതൊക്കെ ആദ്യം ഒന്ന് എഴുതി നോക്കാം. 1,0 ഇതൊരു പോയിന്റ് ആണ്. പിന്നെ -1,0 ഒരു പോയിന്റ് ആണ്. പിന്നെ ഇതിന്റെ മിനിമം പോയിന്റ്, ഇപ്പൊ ഇവിടെ നമ്മൾ നടുവിലാണ് പഠിച്ചത്, പക്ഷെ എന്നാലും നമുക്ക് എക്സാക്ട്ലി നമുക്കൊരു ഏകദേശം പോയിന്റ് എടുക്കാം, x0 y -1. അപ്പൊ ഇവിടെ ഈ ഒരു ഗ്രാഫ് ഇങ്ങനെ താഴോട്ട് പോണോണ്ട് ഇതിന്റെ മിനിമം വാല്യൂ എന്താണ്, 0 -1 ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലായി. പിന്നെ ഇവിടെ ഒരു ഹോറിസോണ്ടൽ ലൈൻ ഉണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ പറയാം, y = 2 ആണല്ലോ, എബവ് എക്സ് അല്ലെ. x ഇതിനെ പാരലായിട്ട് കിടക്കുന്ന ഈ ഒരു ലൈൻ എന്താണ്, y = 2. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കിട്ടി ഈ ഗ്രാഫിൽ നിന്ന്. അപ്പൊ ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഫംഗ്ഷൻ എഴുതണം. ഓക്കെ. അപ്പോ ഇനി ഒറിജിൻ അല്ലാതെ ഒരു പോയിന്റ് കൂടെ ഒരു പാരബോല പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് y = a × x - h² + k. എന്നാൽ എല്ലാത്തിനും ഇങ്ങനെ ആവോ, ഇങ്ങനെ ആവില്ലേ. ഇക്വേഷൻ നമുക്ക് അറിയാലോ അല്ലെ, പാരബോലയ്ക്ക് 4 ഇക്വേഷൻസ് ഉണ്ട്. അപ്വേർഡ് ആണെങ്കിൽ y² = 4ax, അതേപോലെ തന്നെ താഴോട്ടാണെങ്കിൽ -4ax. അങ്ങനെ ഇതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഫോമിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഈ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നമുക്ക് y = a × x - h² + k ആണ് കിട്ടുന്നത്. ഇനി ഇവിടെ നമുക്ക് HK എന്ന് പറയുന്നത് നമുക്ക് ഏത് പോയിന്റ് കൂടെ പാസ് ചെയ്ത് കൊടുക്കാം, മിനിമം വാല്യൂ നമ്മളെ HK ആണ്. അപ്പൊ HKന്റെ വാല്യൂ 0 -1 നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കാം. അപ്പോൾ y = a × x - h എന്താണ്, 0 ആണ്, 0² + k എന്താണ്, -1 ആണ്. അപ്പൊ ഇക്വേഷൻ എന്തായി, y = ax² - 1 എന്ന് കിട്ടി. ഓക്കെ. അപ്പൊ ഇക്വേഷൻ വരുമ്പോൾ നമുക്ക് എന്റെ വാല്യൂ ഇവിടെ കണ്ടുപിടിക്കാം. ബിക്കോസ് നമുക്ക് 2 പോയിന്റ് ഇവിടെ ഓൾറെഡി ഉണ്ട്. ആ 2 പോയിന്റും നമ്മൾ എക്സും വൈയും ഇവിടെ കൊടുത്താൽ നമുക്ക് എന്റെ വാല്യൂ കിട്ടുമല്ലോ. അപ്പൊ ഞാൻ ഈ ഒരു പോയിന്റ് ആണ് കൊടുക്കാൻ പോണത്, 1,0. സോ y അവിടെ 0, x അവിടെ 1 -1. അപ്പോ 0 = a -1. അപ്പൊ അവിടെ എന്റെ വാല്യൂ എന്ത് കിട്ടി, 1 എന്ന് കിട്ടി. അപ്പൊ എന്റെ വാല്യൂ 1 കിട്ടിയത് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ഇക്വേഷനിൽ കൊടുത്താൽ ഈ ഇക്വേഷൻ എന്തായി മാറി, x² - 1 × x² - 1. അപ്പൊ y = നമുക്ക് എന്ത് കിട്ടി, x² - 1 കിട്ടി. ഈ x² - 1 ഈ ഒരു ഗ്രാഫിന്റെ എന്താണ്, ഇക്വേഷൻ ആണ് അല്ലെ. അപ്പൊ ഈ ഒരു കണ്ടീഷൻ എന്താണ്, ഇത് x <= 1 ആണ്. അപ്പൊ എങ്ങനെയാ നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാ, f of x = x² - 1 കിട്ടി. എപ്പോ, x <= 1 ആവുമ്പോൾ. എപ്പോഴാണ് കിട്ടിയത്, x <= 1 ആവുമ്പോൾ. ഇനി ഇവിടെ y പിന്നെ കിട്ടുന്നത് 2 ആണ്. എപ്പോഴാണ് 2 കിട്ടുന്നത്, x എന്താണ്, > 1 ആണ് അല്ലെ. ഈ 1ന്റെ മുകളിലാണ്, > 1 ആവുമ്പോൾ അത് 2 കിട്ടി. നമുക്ക് ഇങ്ങനെ ഗ്രാഫിനെ എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി അതില് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. റൈറ്റ് ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് g of x = √x² - 1. g of xന്റെ ഡൊമെയിനും റേഞ്ചും കണ്ടെത്താനാണ്. g of x = √x² - 1.
അപ്പം ഡൊമെയിൻ നമുക്കറിയാം, നമുക്ക് ഏതൊക്കെ വാല്യൂസ് ഇവിടെ ഇൻപുട്ട് ചെയ്യാൻ പറ്റും, എക്സിന് ഏതൊക്കെ വാല്യൂ ഇൻപുട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കുക. അതാണ് നമ്മളുടെ ഡൊമെയിനായിട്ട് വരിക അല്ലേ. അപ്പോൾ എന്തായാലും എക്സ് സ്ക്വയർ മൈനസ് 1 റൂട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 അല്ലെ. നെഗറ്റീവ് വാല്യൂ ആകുമ്പോൾ കോംപ്ലക്സ് നമ്പർ ആയി മാറും അല്ലെ, അത് നമുക്ക് പറ്റില്ല. എക്സ് സ്ക്വയർ മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആവുമ്പോൾ നമുക്ക് അങ്ങനെ പറയാം, എക്സ് സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 എന്ന് പറയാം അല്ലേ, -1 അപ്പുറത്തേക്ക് പോകുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്, മോഡ് എക്സ് എന്തായി, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം. കാരണം നമുക്ക് സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഇപ്പോൾ -1 ആണെങ്കിലും +1 ആണെങ്കിലും സെയിം വാല്യൂ ആണ് വരിക. അതുകൊണ്ടാണ് നമ്മളിവിടെ മോഡ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ മോഡ് ആവുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം, എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആവും, അല്ലെങ്കിൽ എന്താണ്, 2 വാല്യൂസ്, 2 പോസിബിൾ വാല്യൂസ് ഉണ്ട് അല്ലേ. അപ്പോൾ എക്സ് എന്തായിരിക്കും, ലെസ് ദാൻ ഈക്വൽ ടു 1 ആവും. അപ്പോൾ ഈ 2 വാല്യൂസ് ആണ് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നോക്കി നോക്കാം, നമ്പർ ലൈൻ വരച്ചെടുക്കുമ്പോൾ 0, 1, -1. അപ്പോൾ ഏതൊക്കെ വാല്യൂസ് നമുക്ക് ഇവിടെ കിട്ടി, ഗ്രേറ്റർ ദാൻ ഈക്വൽ, എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇതിൽ ഗ്രേറ്റർ ദാൻ ഏത് വാല്യൂസ് നമുക്ക് എടുക്കാം. പിന്നെ ഇവിടെ ലെസ് ദാൻ ഈക്വൽ ടു 1, ലെസ് ദാൻ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഈ -1 മുതൽ ഏത് വാല്യൂസ് വേണമെങ്കിലും നമുക്ക് എടുക്കാം അല്ലേ. അപ്പോൾ അവിടെ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഡൊമെയിനായിട്ട് എങ്ങനെ എഴുതാം, നമുക്കിതിനെ 2 രീതിയിൽ എഴുതാം. നെഗറ്റീവ് എല്ലാ വാല്യൂസും ഉണ്ട്. സോ നെഗറ്റീവ് ഇൻഫിനിറ്റി ടു നെഗറ്റീവ് ക്ലോസ് ഇൻ്റർവൽ -1 യൂണിയൻ 1 ടു ഇൻഫിനിറ്റി അല്ലേ, 1 മുതൽ എല്ലാ വാല്യൂസും ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഓർ ആറിന്ന് ഏത് വാല്യൂ കുറച്ചതാണ്, ഇതിൻ്റെ വാല്യൂ അല്ലേ, ഇതിൻ്റെ വാല്യൂ ഇല്ല, ഇതിൻ്റെ വാല്യൂ സബ്ട്രാക്ട് ചെയ്താണ്, ഇതിൻ്റെ ഇടയിലുള്ള വാല്യൂ സബ്ട്രാക്ട് ചെയ്ത് ബാക്കി എല്ലാ വാല്യൂസും ഉണ്ട്. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ ഡൊമെയിന് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് റേഞ്ച്. റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കും, എന്താണ് റേഞ്ച് എന്ന് പറയുന്നത്, റേഞ്ച് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന നമ്പേഴ്സ് അല്ലേ. ഇതിൽ നമുക്ക് ഏതൊക്കെയാണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന നമ്പേഴ്സ് നോക്കി നോക്കാം. ഇപ്പം ഇവിടെ 0 എന്തായാലും നമുക്കിപ്പോൾ എന്തൊക്കെ നമുക്ക് കൊടുത്തു നോക്കാം. റേഞ്ച് കിട്ടാൻ √x² - 1. ഇപ്പം ഞാൻ ഇവിടെ 1 കൊടുത്താൽ, 0 കൊടുത്താൽ നമുക്ക് എന്തായാലും നെഗറ്റീവാണ് കിട്ടുക. 1 മുതൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ 1 കൊടുത്താൽ എന്ത് കിട്ടും, 1² - 1 0 കിട്ടി. 2 കൊടുത്താൽ 4 - 1 √3 കിട്ടി. അതേപോലെ തന്നെ 3 കൊടുത്താൽ 9 - 1 √8 കിട്ടി. അപ്പോൾ 0 മുതൽ നമുക്ക് ഇങ്ങനെ കിട്ടി തുടങ്ങും അല്ലേ, ഒരുപാട് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് കിട്ടും. അപ്പോൾ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 0 മുതൽ. അപ്പോൾ എന്താണ് നമ്മുടെ റേഞ്ച് വരിക, 0 ക്ലോസ്ഡ് ഇൻ്റർവൽ 0 ടു ഇൻഫൈനൈറ്റ് ഇങ്ങനെ വരും. അപ്പോൾ റേഞ്ച് എന്താണ്, 0 ടു ഇൻഫിനിറ്റി ആണ് വരിക. ഡൊമെയിൻ എന്താണ്, -1 1 ഒഴികെ r-1, അല്ലെങ്കിൽ ഡൊമെയിൻ നമുക്ക് ഇങ്ങനെ യൂണിയൻ ആയിട്ട് എഴുതാം. ഓക്കെ, ഗ്രാഫ് വരച്ചതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അതേപോലെ തന്നെ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തെടുക്കാണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, മാത്സ് ചെയ്ത് പഠിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഇനി ബാക്കിയുള്ള ഇതിൽ ചെയ്യാണ്ട് 20 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്തെടുക്കാനുള്ളത്. നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ ചെയ്യാം. Till then, bye.